നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 3 വർഷവും 10 മാസവും കൊണ്ട് 149 പാലങ്ങൾ പൂർത്തിയാക്കിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കായംകുളം മണ്ഡലത്തിലെ 35 റോഡുകളുടെ നിർമ്മാണ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ മട്ടാഞ്ചേരി കൊമ്മാടിപ്പാലം റോഡിലെ പോപ്പി പാലത്തിന് സമീപം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് കണ്ടില്ല എന്ന് നടിച്ച് അധികൃതർ. പ്രദേശത്ത് വാഹന അപകടങ്ങൾ പതിവായിട്ടും ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ നടപടിയെടുക്കാത്തത് യാത്രക്കാരോടുള്ള വെല്ലുവിളിയെന്നും ആക്ഷേപം. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഒക്ടോബർ 24 ലോക പോളിയോ ദിനം ആചരിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണ ചടങ്ങ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 3 വർഷവും 10 മാസവും കൊണ്ട് 149 പാലങ്ങൾ പൂർത്തിയാക്കിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കായംകുളം മണ്ഡലത്തിലെ 35 റോഡുകളുടെ നിർമ്മാണ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 3 വർഷവും 10 മാസവും കൊണ്ട് 149 പാലങ്ങൾ പൂർത്തിയാക്കാനായതായി പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു ജനാവലി, ഈ വൈകിയ വേളയിൽ, ഈ പ്രതികൂല കാലാവസ്ഥയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 5 വർഷം കൊണ്ട് 15,000 കിലോമീറ്റർ റോഡുകൾ BMNBC ആക്കുക എന്നുള്ള ലക്ഷ്യം 4 വർഷമായപ്പോഴേക്കും പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ 60% റോഡുകൾ BMNBC ആയി. ഇതേ പോക്ക് പോയാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനമുണ്ടാകും പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ 100% BMNBC ആക്കുന്നത്. ആ സംസ്ഥാനം നമ്മുടെ കേരളമായിരിക്കും എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാലങ്ങൾ, ഇവിടെ ഇപ്പോൾ പാലത്തിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് ഇവിടെ ബഹുമാന്യ MLA പറഞ്ഞല്ലോ. പാലങ്ങളുടെ കാര്യം പറയുന്നതിന് തൊട്ട് മുമ്പ് കായംകുളം നിയോജക മണ്ഡലത്തിൽ BMNBC റോഡ്, ഇവിടെ PWD റോഡുകൾ 156 കിലോമീറ്ററാണ്. അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 75 കിലോമീറ്ററാണ്. എന്നാൽ ഇവിടെ സംസ്ഥാന ശരാശരി ഇപ്പോൾ 60%. അതും കഴിഞ്ഞു. കായംകുളം മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ 5,25 ലക്ഷം രൂപയും സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 16,57 രൂപയും വിനിയോഗിച്ച് പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതുമായ 35 റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ 50% റോഡുകളും BMNBC നിലവാരത്തിൽ നിർമ്മിക്കണമെന്നതായിരുന്നു 2021 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴുള്ള ലക്ഷ്യം. 4 വർഷം പൂർത്തീകരിച്ചപ്പോൾ തന്നെ സംസ്ഥാനത്തെ 60% റോഡുകളും ഈ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ സാധിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ U പ്രതിഭ MLA അധ്യക്ഷയായി. കായംകുളം നഗരസഭാ അധ്യക്ഷ P ശശികല, ഉപാധ്യക്ഷൻ J ആദർശ് മുതുകുളം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അംബുജാക്ഷി ടീച്ചർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S പവനനാഥൻ, ശ്രീഹരി കോട്ടിരേത്ത്, L ഉഷ, തയ്യിൽ പ്രസന്നകുമാരി, വൈസ് പ്രസിഡന്റുമാരായ മനു ചെല്ലപ്പൻ, സുരേഷ് രാമനാമഠം, ശ്രീലത ശശി, നഗരസഭാ അംഗം T രഞ്ജിതം, പഞ്ചായത്ത് അംഗങ്ങൾ, പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ തോമസ് മാത്യു, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ശബരിമല ഭരിക്കുന്നത് കുറുവ സംഘമാണെന്ന് BJP മധ്യമേഖലാ അധ്യക്ഷൻ N ഹരി ആരോപിച്ചു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കള്ളനെ താക്കോലേൽപ്പിക്കുക എന്ന് പറഞ്ഞൊരു സ്ഥിതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ദേവസ്വം ബോർഡ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളത്, ഏതാണ്ട് 40 വർഷമായി, 40 വർഷം ഞാൻ അറിയാൻ സാധിച്ച 40 വർഷമായി സന്നിധാനത്ത് ജീവനക്കാരല്ലാത്ത ഡെയിലി വേജസോ എന്തൊക്കെയാ നമുക്ക് പറയപ്പെടാം, അങ്ങനെയുള്ള പാർട്ടി സഖാക്കൾ ഒന്ന് വിളിച്ചാൽ വളരെ പെട്ടെന്ന് വന്ന് സമ്മേളനം നടത്താൻ പറ്റുന്ന തരത്തിൽ രായോട് പകല് അവിടെയുള്ള ആളുകളുണ്ട്. അവരാണ് വരുന്ന ജീവനക്കാരെ പോലും നിയന്ത്രിക്കുന്നത്.
ആ ജീവനക്കാരെ പോലും അവരാ നിയന്ത്രിക്കുന്നത്. ശബരിമല ഭരിക്കുന്നത് കുറുവ സംഘമാണെന്ന് BJP മധ്യമേഖലാ അധ്യക്ഷൻ N. ഹരി പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയുടെ നിയന്ത്രണം AKG സെന്ററിൽ നിന്നാണ്. ഭഗവാൻ ശ്രീകോവിലിൽ ഉണ്ടോ എന്ന് സംശയമാണെന്നും മേൽശാന്തി അടക്കം CITU യൂണിയനിൽപ്പെട്ടവരാണ് ഇപ്പോൾ ശബരിമലയിലുള്ളതെന്നും N. ഹരി പറഞ്ഞു. ഭക്തരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ശ്രീകോവിൽ പരിശോധിക്കണം. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തന്റെ പേര് വലിച്ചിഴച്ചെന്ന് കാണിച്ച കടകംപള്ളി സുരേന്ദ്രന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ബസന്തകുമാർ തനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ. 2019 എല്ലാ കാര്യങ്ങളും ബസന്തിന് അറിയാം. അതുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പരാമർശം പിൻവലിക്കില്ല. വക്കീൽ നോട്ടീസിനെ താൻ നിയമപരമായി നേരിടും. എരുമേലി ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ ഗണപതി പ്രതിഷ്ഠ തകരപ്പാട്ട കൊണ്ട് മൂടിവെച്ചിരിക്കുന്ന നിലയിലാണ് ഇപ്പോഴുള്ളതെന്നും അത് പുതുക്കി പണിയുവാൻ പണമില്ലെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ വാദമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ്, ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ എന്നിവരും N. ഹരിക്കൊപ്പമുണ്ടായിരുന്നു. ആലപ്പുഴ മട്ടാഞ്ചേരി കൊമ്മാടിപ്പാലം റോഡിലെ പോപ്പി പാലത്തിന് സമീപം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് കണ്ടില്ല എന്ന് നടിച്ച് അധികൃതർ. പ്രദേശത്ത് വാഹനാപകടങ്ങൾ പതിവായിട്ടും ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ നടപടിയെടുക്കാത്തത് യാത്രക്കാരോടുള്ള വെല്ലുവിളിയെന്നും ആക്ഷേപം. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ദേശീയപാതയിലേക്ക് പ്രവേശിക്കുവാൻ ആയിരക്കണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങൾ ആശ്രയിക്കുന്ന മട്ടാഞ്ചേരി കൊമ്മാടിപ്പാലം റോഡിലെ പോപ്പിപ്പാലത്തിന് സമീപം റോഡ് താറുമാറായി ചെളിക്കുണ്ടായി മാറി. അപകടം പതിവായിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ യാത്രക്കാരുടെ അമർഷം ശക്തമാകുന്നു. കനാൽ നവീകരണത്തിന്റെ ഭാഗമായി നേരത്തെ ഉണ്ടായിരുന്ന പാലം പൊളിച്ച് പുതിയ പോപ്പിപ്പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിനായി ഇറക്കിയ പൂഴി ഉൾപ്പെടെ മഴയത്ത് ഒലിച്ച് പ്രധാന പാതയിലേക്ക് എത്തിയതും. ഇരുചക്ര വാഹനമടക്കം നിയന്ത്രണം തെറ്റി മറിഞ്ഞ് അപകടം പതിവാകുവാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശവാസികളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുമടക്കം ഇത് സംബന്ധിച്ച് അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും നാളിതുവരെ യാതൊരു പരിഹാര മാർഗവും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പാലം പണി നീട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ചെളിക്കുണ്ടായി കിടക്കുന്ന സ്ഥലത്ത് തന്നെ KSEBയുടെ വലിയ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നതും അപകടത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതായും ഇതുവഴിയുള്ള യാത്രക്കാർ സൂചിപ്പിക്കുന്നു. ഈ റോഡ് പണി തീരാത്ത റോഡ് പോലെ കിടക്കുന്നത്, ഗതാഗതക്കുരു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മേലാത്ത പറ്റുന്നില്ല. കണ്ടില്ലേ, കുന്നും കുഴിയും. സ്ഥിരമായി ഞാൻ വണ്ടി ഓട്ടം പോകാനൊക്കെ ഈ റോഡിൽ കൂടെയാണ് പോകുന്നത്. ഒരുപാട് നാളായി ഈ റോഡിന്റെ ഈ ശോചനീയാവസ്ഥ. ഈ മറ്റുള്ള ഭാഗത്തൊക്കെ റിപ്പയർ ചെയ്തിട്ടും ഇവിടെ ഈ ഭാഗം ഒരു അധികാരികളുടെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. രാത്രിയായാൽ ഇരുട്ടിലമരുന്ന ഈ സ്ഥലത്ത് വടക്കു നിന്നും വരുന്ന വാഹനങ്ങൾ എളുപ്പത്തിൽ അപകടത്തിൽപ്പെടുന്നതായും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ചെളിയിൽ തെന്നി വാഹനം റോഡിനോട് ചേർന്നുള്ള കനാലിലേക്കെങ്ങാനും മറിഞ്ഞാൽ സ്ഥിതിവിശേഷം മറ്റൊന്നാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് 2 വീലർ ഈ കുഴിയിൽ മിക്കവാറും ആൾക്കാർ വീഴാറുണ്ട് ഇതിനകത്ത്. ഞാനിപ്പോൾ ഒരു 30 വർഷമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ മാത്രം എനിക്ക് എൻ്റെ വണ്ടിയുടെ പല ഭാഗങ്ങളും ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. സ്ഥിരമായിട്ട് ഞാൻ ഈ വഴി കൂടെ പോകുന്ന ആളാണ്. തൊട്ടടുത്ത് ഇവിടെ ഒരു സൈക്കിൾ വന്നിട്ട് പോകുന്ന വഴിയാണ്. ഒരു രക്ഷയില്ല. വളരെ മോശമായിട്ടാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഒരു വശത്ത് കനാലും മറുവശത്ത് KSEB ട്രാൻസ്ഫോമറും നടുവിൽ പൊട്ടിപ്പൊളിഞ്ഞ മലിനജലം കെട്ടിക്കിടന്ന യാത്രക്കാരുടെയും വാഹനത്തിന്റെയും നടുവടിക്കുന്ന റോഡും ചില്ലറയല്ല നാട്ടുകാർക്ക് ഭീഷണി ഉയർത്തുന്നതെന്നും ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ചേർന്ന മാസ് പെറ്റീഷൻ തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് കൊടുക്കുവാനൊരുങ്ങുകയാണ് ഇപ്പോൾ. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. ഒക്ടോബർ 24 ലോക പോളിയോ ദിനം ആചരിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണ ചടങ്ങ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെയും റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി ഈസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക പോളിയോ ദിനാചരണത്തിന്റെ ഭാഗമായി പോളിയോ ബോധവൽക്കരണ സെമിനാർ നടത്തി. ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. 2014 ഇന്ത്യയെ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും തുടർന്നും 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. റൂട്ടീൻ ഇമ്മ്യൂണൈസേഷന്റെ കൂടെ തന്നെ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഈ മാസം 12-ാം തീയതി നമ്മൾ ഒരു പോളിയോ
പൾസ് പോളിയോ ആചരിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും ഉറക്കം ചിന്തിക്കുവാനും അതിനു വേണ്ടിയിട്ട് അത് ഇന്നിപ്പോ പോളിയോയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും അതുപോലെ വാക്സിൻ പ്രിവെന്റബിൾ ആയിട്ടുള്ളതും അല്ലാതെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസും നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം ഒക്കെ തന്നെ നമ്മൾ വിശകലനം ചെയ്യുകയും അതിനുള്ള ഗ്യാപ്പുകൾ നമുക്ക് മനസ്സിലാക്കി എത്രയും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് ആർക്കൊക്കെ അതിലേക്ക് സഹായം ചെയ്യാൻ പറ്റുമോ അവരൊക്കെ ഇതിലേക്ക് വരുന്ന. കാരണം ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. ആരോഗ്യമുള്ള ഒരു ജനത എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും പുതിയ തലമുറ ആരോഗ്യത്തോടെ വളർന്നു വരിക എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ ആവശ്യവും പ്രതീക്ഷയുമാണ്. പോളിയോ അവസാനിപ്പിക്കുക, എല്ലാ കുട്ടികളും എല്ലാ വാക്സിനും എല്ലായിടത്തും എന്നതാണ് ഇക്കൊല്ലത്തെ പ്രമേയം. റോട്ടറി ക്ലബ്ബ് ഫാലപ്പി ഈസ്റ്റ് പ്രസിഡന്റ് ജെ വെങ്കിടാചലം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ സന്ധ്യ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ കെ വേണുഗോപാൽ, പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം പ്രവീൺ എന്നിവർ പോളിയോ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. റോട്ടറി ഡിസ്ട്രിക്ട് അഡ്വൈസർ ബേബി കുമാരൻ, ഡിസ്ട്രിക്ട് ട്രെയിനർ ജി അനിൽകുമാർ, അസിസ്റ്റന്റ് RMO ഡോക്ടർ പ്രിയദർശൻ, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അനിൽ എസ് പൈ, റോട്ടറി ക്ലബ്ബ് ഡയറക്ടർ സോളമൻ വർഗീസ്, നഴ്സിംഗ് സൂപ്രണ്ട് റെസി പി ബേബി എന്നിവർ സംസാരിച്ചു. ചടങ്ങിനെ തുടർന്ന് പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിൽ വിജയകരമായി മുന്നേറുന്ന ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. വിഷൻ 2031 സംസ്ഥാനതല കാർഷിക സെമിനാർ ഈ മാസം 25-ന് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് എച്ച് സലാം MLA പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നവീനം, സുസ്ഥിരം, സ്വയം പര്യാപ്തം, കാർഷിക കേരളം എന്ന സന്ദേശവുമായി സംഘടിപ്പിക്കുന്ന വിഷൻ 2031 സംസ്ഥാനതല കാർഷിക സെമിനാർ ഈ മാസം 25-ന് നടക്കുമെന്ന് എച്ച് സലാം MLA പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഒരു ആശയശേഖരണം എന്നുള്ളതാണ് പ്രധാനമായും വിഷൻ 2031 എന്ന സെമിനാറിന്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ 2 സെമിനാറുകൾ ആലപ്പുഴ ജില്ലയിൽ വെച്ചാണ് തീരുമാനിച്ചത്. കൃഷിയുമായി ബന്ധപ്പെട്ട സെമിനാറും ഫിഷറീസിന്റെ സെമിനാറും. അതിൽ ഒക്ടോബർ 25 നാളെ രാവിലെ 9 മണി മുതൽ 4 മണി വരെ സംസ്ഥാനതല കാർഷിക സെമിനാർ ഈ വിഷൻ 2031 ഭാഗമായി SK കൺവെൻഷൻ സെന്ററിൽ കളർകോട് സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ തന്നെ ആലപ്പുഴ കളർകോട് SK ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന സെമിനാറിന്റെ ഉദ്ഘാടനവും നയരേഖ അവതരണവും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും. എച്ച് സലാം MLA അധ്യക്ഷത വഹിക്കുന്ന സെമിനാറിൽ നാളിതുവരെയുള്ള കൃഷിവകുപ്പിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് കാർഷികോൽപാദന കമ്മീഷണറും കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ ബി അശോക് IAS സംസാരിക്കും. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ IAS ചടങ്ങിന് സ്വാഗതം പറയും. സുസ്ഥിര കാലാവസ്ഥ അനുരോധ കൃഷി നൂതന സാങ്കേതിക വിദ്യയിലൂടെ എന്ന വിഷയവും കർഷക സംരംഭങ്ങൾ മൂല്യ ശൃംഖലകളുടെ വികസനം ധനകാര്യ സംവിധാനങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചും സെമിനാറിൽ ക്ലാസ് നടക്കും. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കർഷകർ, ഉദ്യോഗസ്ഥർ, കൃഷി വിദഗ്ധർ എന്നിവർ സെമിനാറിൽ സംബന്ധിക്കുമെന്നും എച്ച് സലാം MLA പറഞ്ഞു. മലയാളി മജീഷ്യൻസ് അസോസിയേഷന്റെ 2ാമത് അഖിലേന്ത്യാ മാജിക് ഫെസ്റ്റ് ഈ മാസം 25-26 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാളെയും മറ്റന്നാളുമായി ആലപ്പുഴ ജില്ലയിലെ സെന്റ് ജോർജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് 2ാമത് അഖിലേന്ത്യാ മായാജാല മത്സരം സംഘടിപ്പിക്കുകയാണ്. 2 ദിവസത്തെ കൺവെൻഷനായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത മാന്ത്രികൻ ശ്രീ സാമ്രാജ് ഉദ്ഘാടനം ചെയ്യും. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ G സുധാകരൻ അതിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. നമ്മുടെ മത്സരങ്ങളുടെ ഉദ്ഘാടനം സീനിയർ മാന്ത്രികൻ ശ്രീ RK മലയത്ത് നിർവഹിക്കും. അതുകൂടാതെ പബ്ലിക് സ്റ്റണ്ട് എന്ന പേരിൽ ഡെയർ ഡെവിൾ കാറസ് മലയാളി മജീഷ്യൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 25-26 തീയതികളിലായി 2ാമത് അഖിലേന്ത്യാ മാജിക് ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. MMA ട്രോഫിക്ക് വേണ്ടിയുള്ള അഖിലേന്ത്യാ മായാജാല മത്സരം വിപുലമായ പരിപാടികളോടെ ആലപ്പുഴ സെന്റ് ജോർജ് ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിക്കുന്നത്. 25-ന് രാവിലെ 10 മണിക്ക്
പ്രമുഖ മാന്ത്രികനും MMA രക്ഷാധികാരിയുമായ മജീഷ്യൻ സാമ്രാജ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. മായാജാല മത്സരം സീനിയർ മാന്ത്രികൻ RK മലയത്ത് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 350-ലധികം മാന്ത്രികർ 2 ദിവസം നീളുന്ന പരിപാടിയിൽ സംബന്ധിക്കും. മാന്ത്രികൻ രാജേഷ് ചന്ദ്ര അവതരിപ്പിക്കുന്ന ഡെയർ ഡബിൾ എസ്കേപ്പ്, ഷംസുദ്ദീൻ ചെർപ്പുളശ്ശേരി അവതരിപ്പിക്കുന്ന ഇന്ത്യൻ മാംഗോ ട്രീ മാജിക് എന്നിവയടക്കം നിരവധി വ്യത്യസ്ത മാജിക് കലാരൂപവും 2 ദിവസങ്ങളിലായി നടക്കുമെന്നും ഭാരവാഹികളായ മയൻ വൈദർഷ, ബിനു പൈറ്റാൽ, ജോസഫ് സേബ, പ്രശാന്ത് വേങ്ങാട്ട്, MK കൊട്ടാരം എന്നിവർ പറഞ്ഞു. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ആലപ്പുഴ നഗരസഭ ജനകീയ സദസ്സ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ സദസ്സിൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം ആലപ്പുഴ നഗരസഭയിൽ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് വിലയിരുത്തപ്പെടാനും അതുപോലെ തന്നെ വരുന്ന 5 വർഷക്കാലം നമ്മുടെ നഗരത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏതെല്ലാം തരത്തിലേക്കുള്ള മുൻഗണനകൾ തീരുമാനിക്കണം, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലേക്കുള്ള ഇവിടെ നടത്തിയ അവതരണങ്ങളാണ്. ഉദ്ഘാടനം ഔപചാരികതയ്ക്ക് വേണ്ടി ഒരു ചടങ്ങ് മാത്രമേ ഉദ്ഘാടനത്തിനുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. നഗരസഭയുടെ ഭാഗമായ വികസന റിപ്പോർട്ട് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നാടിന്റെ ഭാവി വികസനത്തിന് പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിനുമായി സംഘടിപ്പിച്ച ആലപ്പുഴ നഗരസഭാ വികസന സദസ്സ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ശതാബ്ദി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ നഗരസഭയുടെ കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി തയ്യാറാക്കിയ വികസന വിസ്മയത്തിന്റെ 5 ആണ്ട് എന്ന വികസന രേഖ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് R. നാസർ പ്രകാശനം ചെയ്തു. വികസന പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റേഷൻ പ്രദർശനവും ചടങ്ങിൽ നടത്തി. പശ്ചാത്തല വികസനത്തിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങളിലും കാർഷിക മേഖലകളിലും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും നടത്തിയ പ്രവർത്തനങ്ങൾ വികസന സദസ്സിൽ വിശദീകരിച്ചു. നവംബർ 1 കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിലെ 167 കുടുംബങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നഗരം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ സ്വാഗതം പറഞ്ഞു. LSDD ജോയിന്റ് ഡയറക്ടർ ബിൻസി തോമസ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും വികസന സദസ്സിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 3 വർഷവും 10 മാസവും കൊണ്ട് 149 പാലങ്ങൾ പൂർത്തിയാക്കിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കായംകുളം മണ്ഡലത്തിലെ 35 റോഡുകളുടെ നിർമ്മാണ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ മട്ടാഞ്ചേരി കൊമ്മാടിപ്പാലം റോഡിലെ പോപ്പി പാലത്തിന് സമീപം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് കണ്ടില്ല എന്ന് നടിച്ച് അധികൃതർ. പ്രദേശത്ത് വാഹന അപകടങ്ങൾ പതിവായിട്ടും ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ നടപടിയെടുക്കാത്തത് യാത്രക്കാരോടുള്ള വെല്ലുവിളിയെന്നും ആക്ഷേപം. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഒക്ടോബർ 24 ലോക പോളിയോ ദിനം ആചരിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണ ചടങ്ങ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.